എൻ്റെ അമ്മ. അപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ഞാൻ ആ പറഞ്ഞ ഒരു ഇതാ ഞാൻ പറഞ്ഞത് ഞാൻ കുഴിയിൽ പോകുന്നുള്ളൂ. ശരിക്കും പ്രോപ്പറായിട്ട് പണിയാൻ അറിയാവുന്ന ആൾക്കാരെ കൊടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ ഇന്ന് ഒരു പാർട്ട് 2 ചെയ്യാമെന്ന് ഓർത്ത് ഞാൻ നമ്മുടെ റോഹിത് മോട്ടോഴ്സ് വരെ വന്നേക്കുവാണ്. ഇന്ന് അവരുടെ മെയിൻ മറ്റേ മാരുതിയുടെ സർവീസ് സെൻറ്ററിലല്ല, ഇവർക്കൊരു മൾട്ടി ബ്രാൻഡിൻ്റെ ഒരു ഷോപ്പ് കൂടെ ഉണ്ട്. നമ്മളിന്ന് അവിടെയാണ് അവിടെ വന്നപ്പം നമ്മുടെ സെന്നിൻ്റെ അവസ്ഥ കണ്ടാൽ എന്താണെങ്കിലും നിങ്ങൾ ഞെട്ടും. നമ്മുടെ എൻജിൻ ബേ നോക്കി, എൻജിനിൽ ഇപ്പോൾ എൻജിൻ ബേ എന്ന് വിളിക്കാൻ പറ്റത്തില്ല, ജസ്റ്റ് ഒരു ബേ എന്ന് മാത്രമേ നമുക്ക് വിളിക്കാൻ പറ്റത്തുള്ളൂ. കംപ്ലീറ്റ്ലി അവർ ആ എൻജിൻ ഡിസ്മാൻഡിൽ ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ഞാൻ ആ പറഞ്ഞ ഒരു സിവിയറിറ്റി ശരിക്കും മനസ്സിലാവും. ഞാൻ പറഞ്ഞില്ലേ പലരും പാർട്സ് നമുക്ക് സോഴ്സ് ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞെന്ന്. ശരിക്കും പ്രോപ്പറായിട്ട് പണിയാൻ അറിയാവുന്ന ആൾക്കാരെ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ പാർട്സും നമുക്ക് സോഴ്സ് ചെയ്ത് കിട്ടും. അതിന് എക്സാമ്പിളാണ് ഇപ്പോൾ ഈ റോഹിത് ഇപ്പോൾ കാണിച്ചിരിക്കുന്നത്. നിങ്ങൾ നോക്കി, നമുക്ക് കിട്ടത്തില്ല എന്ന് പറഞ്ഞാൽ ഒരു പീസ് ഒറിജിനൽ ഒരു ക്രോസ് ബമ്പർ ഇരിപ്പുണ്ട്. അവിടെ സ്റ്റിയറിംഗ് ബോക്സൊക്കെ ഹോൾഡ് ചെയ്ത് വെക്കുന്ന ആ ഒരു സാധനം അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ കംപ്ലീറ്റ്ലി നമ്മൾ ഈ എഞ്ചിൻ ഊരിയിരിക്കുന്നതുകൊണ്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് എഞ്ചിൻ നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് വെക്കാം. പലരും പറയാറുണ്ടല്ലോ സ്റ്റോക്കല്ല എന്നുള്ള, അതിനുള്ള മറുപടിയാണിത്. പ്രോപ്പർ മാരുതിയുടെ ഒരു സ്റ്റോക്ക് എഞ്ചിനാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇത്രയും പവർ തോന്നുന്നതിൻ്റെ റീസൺ എന്താണെന്ന് പറഞ്ഞാൽ, ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞാൽ ലൈറ്റ് വെയിറ്റ് ആണ് വണ്ടി. പിന്നെ നമ്മളൊരു ഫുൾ സിസ്റ്റം ഫ്രീ ഫ്ലോയും കൂടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ അവരഴിച്ച് വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്. നമ്മുടെ സെൻ ആദ്യമായിട്ടാണ് ഞാൻ ഈ ഒരു അവസ്ഥയിൽ കാണുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞത് ഇതിൻ്റെ ഫ്ലോറ് സോഴ്സ് ചെയ്യാൻ എൻ്റെ അമ്മോ, ഫ്ലോറ് സോഴ്സ് ചെയ്യാൻ പാടായിരുന്നല്ലേ പറഞ്ഞത്. അപ്പോൾ ഇവർ ഫ്ലോർ ഉൾപ്പെടെ സോഴ്സ് ചെയ്തെടുക്കുക എന്നാണ് പറഞ്ഞേക്കുന്നത്. എൻ്റെ ദൈവമേ, ഏറ്റവും ഇഷ്ടം വണ്ടി അഴിച്ച് പണിതിട്ടാണ് നമ്മൾ ഈ വർക്കുകളൊക്കെ ചെയ്യുന്നത്. ഇത് നോക്കി കേട്ടോ, ഇതാ ഞാൻ പറഞ്ഞത് ഞാൻ കുഴിയിൽ പോകുന്നുള്ളു. കണ്ടോ ഇതിൻ്റെ അവസ്ഥ കണ്ടോ? അയ്യോ. അപ്പോൾ റീസ്റ്റോർ ചെയ്യുകയാണെങ്കിൽ ശരിക്കും ഇങ്ങനെ റീസ്റ്റോർ ചെയ്യണം എന്നുള്ള എനിക്കിന്ന് മനസ്സിലായി. ഈ ഒരു സൈഡിലത്തെ പാനൽ ഉൾപ്പെടെ നമുക്ക് കിട്ടും. ഈ പാനൽ അവരിന്ന് ഓർഡർ ചെയ്ത് വരുത്തിയിട്ടുണ്ട്. അവിടെ പ്രോപ്പറായിട്ട് ഒരു പീസ് വെൽഡ് ചെയ്തു. ഇതിൻ്റെ അടിയിൽ ചെയ്യും. അയ്യോ, ശരിക്കും ഞാൻ ഇത്രയും പ്രതീക്ഷയിലാണ് ഇത്രയും മറക്കണ്ടെന്നുള്ളത്. അപ്പോൾ നിങ്ങളുടെ പലരും എന്നോട് പറഞ്ഞു വണ്ടി നോക്കാത്തതുകൊണ്ടാണ്, വണ്ടി മെയിൻറ്റെയിൻ ചെയ്യാത്തതുകൊണ്ടാണ്. ഞാൻ വണ്ടി എടുത്തിട്ട് ശരിക്കും ഒരു 4-5 കൊല്ലമായി. അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല എന്നുള്ളത് സത്യമാണ്. അടിയിൽ കുറച്ച് പാച്ചുണ്ടെന്ന് എനിക്കറിയായിരുന്നു. പക്ഷേ ഇത്രയും ക്രൂഷ്യലാണെന്ന് ഞാൻ വിചാരിച്ചില്ല. ഇതിപ്പോൾ നല്ല ക്രൂഷ്യലാണ്. എന്താണെങ്കിലും ഇവരുള്ളതുകൊണ്ട് മാത്രം കേട്ടോ. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും പാച്ച് വർക്ക് നോക്കുന്നുണ്ട്, അല്ലെങ്കിൽ വണ്ടി പ്രോപ്പറായിട്ട് റീസ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്നും നോക്കണ്ട, വിട്ടോ. ഇത് കഴിഞ്ഞിട്ടൊന്നും അല്ല ഞാൻ പറയുന്നത്. എനിക്ക് ഈ ഒരു വർക്ക് കണ്ടപ്പോൾ തന്നെ നമുക്കതിൻ്റെ ഒരു ക്വാളിറ്റി മനസ്സിലാവുമല്ലോ. എൻ്റെ ദൈവം, ഒന്നുകൂടെ നോക്കി, കംപ്ലീറ്റ്ലി അഴിച്ചു പണിത് വെച്ചിട്ടാണ് ഇത് റീസ്റ്റോർ ചെയ്യുന്നത്. ശരിക്കും എക്സ്ട്രാ ഓർഡിനറി, നല്ല രീതിയിൽ. ഇനി ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവനെ ഒന്ന് റീപെയിൻറ്റ് ചെയ്തും കൂടെ എടുക്കാം. അപ്പോൾ ഇപ്പോൾ എൻ്റെ അടുത്ത് ഇവർ പറഞ്ഞു നമ്മളിത് ചെയ്യുന്ന സമയത്ത് എന്താണെങ്കിലും എഞ്ചിനൊക്കെ ഊരിയിട്ടുണ്ടല്ലോ, എഞ്ചിൻ ഊരിയതുകൊണ്ട് എഞ്ചിൻ ജസ്റ്റ് ഒന്ന് ക്ലീനപ്പ് ആക്കാം. അതുപോലെ തന്നെ എഞ്ചിൻ ബേയിലും കൂടെ കളർ കൊടുക്കാമെന്നുള്ളത്. ഇവിടെ വല്ല പച്ചയും മഞ്ഞയും കൊടുക്കണോ അതോ ബ്ലാക്ക് തന്നെ അടിച്ചാൽ മതിയായിരിക്കും? ബ്ലാക്ക് ആണെങ്കിൽ പ്രോപ്പറായിട്ട് ഇരുന്നുള്ളല്ലോ. എന്താണെങ്കിലും കൊള്ളാം. പാർട്സൊക്കെ സോഴ്സ് ചെയ്യുന്ന ബുദ്ധിമുട്ടാണെന്നൊക്കെ പറയുന്നവർ കണ്ടു നോക്കുക. ഇങ്ങനെ വേണം പാർട്സ് സോഴ്സ് ചെയ്യാൻ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് പോകാൻ നേരത്ത് ഒരു ഓട്ടോയിലൊരു ചേട്ടൻ മാരുതിയുടെ ഒറിജിനൽ നമ്മൾ ഈ കാണിച്ച റൈറ്റ് സൈഡിലെ പാനലുണ്ടല്ലോ അത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്നെപ്പോലെ തന്നെ പലയിടത്തും വിളിച്ചു ചോദിക്കും ഈ സാധനം ഒന്നും കിട്ടത്തില്ല, നമ്മൾ അടിച്ച് വെക്കണം എന്നല്ല പറയുന്നത്. ഒറിജിനൽ പീസായിരിക്കുന്നത്. നിങ്ങൾ നോക്കി, ഇതിപ്പോൾ എനിക്ക് മാത്രമല്ല, നിങ്ങൾക്ക് റീസ്റ്റോർ ചെയ്യാം. ഞാൻ പറഞ്ഞല്ലോ റോഹിത്തിലേക്ക് വിട്ടാൽ മതി. പിന്നെ ഞാൻ കാണിക്കാൻ വിട്ടു, ഇതുകൊണ്ടാണ് നമ്മുടെ മറ്റേ സ്റ്റെബിലിറ്റി പൊയ്ക്കൊണ്ടിരുന്നത്. അതായത് 2 സൈഡിലെ ചാസിയുടെ അറ്റം വിട്ടുപോയില്ലേ, ഇത് അടിച്ചു വെക്കണം എന്നാണ് അവരെന്നോട് പറഞ്ഞ്. ഒറിജിനൽ പീസ് വെച്ചിട്ട് നമ്മളിത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഈ ഒരു പോർഷൻ മുഴുവൻ നമുക്കൊരു ബ്ലാക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് ഞാൻ ചോദിച്ചാൽ വേറെ ഏതെങ്കിലും കളർ ചെയ്യണമെങ്കിൽ ആ ഒരു കളറിൽ അടിച്ചെടുക്കാം. ശരിക്കും ഭയങ്കരമായിട്ട് എനിക്ക് സന്തോഷമായിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞ ദിവസത്തെ വ്ളോഗ് എന്ന് പറയുന്നത് വളരെ സങ്കടത്തോടു കൂടിയില്ലായിരുന്നു. പക്ഷേ ഇന്ന് വളരെ ഹാപ്പിയാണ്. വളരെ വൃത്തിയായിട്ട് അവർ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട് നമുക്കിത് കഴിഞ്ഞിട്ട് കംപ്ലീറ്റ്ലി ഒന്ന് റീപെയിൻറ്റ് കൂടെ ചെയ്തെടുക്കാം. റീപെയിൻറ്റ് നമുക്ക് നമ്മുടെ കോർസയിൽ കൊടുക്കാം. കഴിഞ്ഞ ദിവസം നമ്മൾ പോകുന്ന വഴിക്കാണല്ലോ എക്സോസ്റ്റ് പൊട്ടിയത്. അപ്പോൾ നമുക്ക് റീപെയിൻറ്റിന് കോർസയിൽ കൊടുക്കാം. അപ്പോൾ ഈ റോഹിത്തിൽ നിന്നുള്ള വർക്ക് കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ടെന്നുള്ളത് നമുക്ക് നോക്കാം. വേറെ എന്തെങ്കിലും നിങ്ങളുടെ അടുത്ത് ഞാൻ കാണിച്ചു തരാനുണ്ടോ? ഞാൻ ജസ്റ്റ് ഒന്ന് അടി നിങ്ങൾക്ക് കാണേണ്ട കാര്യമില്ലല്ലോ, കാരണം എല്ലാം ഇവിടെ തന്നെ. അടി കാണണമെങ്കിൽ ഇങ്ങോട്ട് നോക്കിയാൽ പോരെ. ആ സാധനമാണ് ഊരി നിലത്ത് പോകേണ്ടിയിരുന്നത്. എൻ്റെ മോനെ എന്നല്ലേ. അപ്പോൾ എന്താണെങ്കിലും അടുത്ത എപ്പിസോഡിൽ കാണാം. ദിസ് ഈസ് യു ദീപക് രാജൻ, ഡോക്ടർ റൈ. ഇന്ന് വളരെയധികം ഹാപ്പിയാണ്. സൈനിങ് ഓഫ്. താങ്ക് യു സോ മച്ച് ആൻഡ് ബൈ. അപ്പോൾ ഞാൻ പോകുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് പൊക്കിയും കൂടെ കണ്ടാക്കാമെന്ന് വിചാരിച്ചു. കണ്ടോ, നിങ്ങൾ കഴിഞ്ഞ തവണ കണ്ടപ്പം ഇതെങ്ങനെയായിരുന്നു ഓർക്കുന്നില്ലേ? ഇപ്പോൾ എങ്ങനെയാണെന്ന് നോക്കി, അടിപൊളി. നമ്മൾ ആ കണ്ട പാർട്സ് എല്ലാം ഊരിയപ്പോഴത്തേക്കും അടി ഇതൊന്നും പ്രശ്നമില്ലെന്ന് തോന്നുന്നല്ലേ? ഇതാണോ മാറ്റുന്നത്? അല്ല, ഇല്ല, 2 സൈഡ്. ഈ സൈഡ് അല്ലേ? അപ്പോൾ ഈ സൈഡിനുള്ള പാർട്സും കൊണ്ടുവന്നിട്ടുണ്ട്. മൊത്തത്തിൽ അതും മാറും. ഇങ്ങനെ നമ്മുടെ സെൻ അടിപൊളിയായിട്ട് തിരിച്ചു വന്നു ഗൈസ്. അപ്പോൾ ഇതാണ് അവരുടെ മറ്റേ മൾട്ടി ബ്രാൻഡ് വരുന്ന
അപ്പുറത്ത് കണ്ടത് ഇവരുടെ മറ്റേ മാരുതി ഓതറൈസ്ഡ് ആണ്. ഇവിടെ ആയിരിക്കും എല്ലാ ബ്രാൻഡ്സുകളും ചെയ്യുന്നത്. നിങ്ങൾ മാരുതി മാത്രമല്ല ഏത് വണ്ടി ഉണ്ടെങ്കിലും ഇങ്ങോട്ട് കൊണ്ടുവരും. ഇത് നമ്മുടെ ഏറ്റുമാനൂർ അമ്പലത്തിൻ്റെ തൊട്ടിപ്പുറത്തായിട്ടാണ് വരുന്നത്.